ആവർത്തന പുസ്തകം 19:21 പറയുന്നു, ജീവന് പകരം ജീവൻ, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കൈക്ക് പകരം കൈ, കാലിന് പകരം കാൽ. പകരത്തിന് പകരം ചെയ്യുന്നത് പഴയ നിയമ ഉപദേശമാണെങ്കിൽ പുതിയ നിയമ ഉപദേശം ഇതിൽ നിന്ന് നേരെ വിപരീതവും വ്യത്യാസവുമാണ്. മത്തായി 5:38 യേശു ഇങ്ങനെ പറയുന്നു, കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്. നിന്റെ വലത്തെ ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേ ചെകിടും തിരിച്ച് കാണിക്കാം. പിന്നെ യേശു പറഞ്ഞു, ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. 1 പത്രോസ് 3:9 പറയുന്നു, ദോഷത്തിനു ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ. മാത്രമല്ല, പത്രോസ് ക്രൂശിതനായ ക്രിസ്തുവിനെ പറ്റി പറയുന്നത്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ ഒരു മാതൃക നൽകിയിരിക്കുന്നു. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണിപ്പെടുത്താതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം പരമേൽപ്പിക്കുകയത്രേ ചെയ്തത്. ഇത് ക്രിസ്തുവിൻ്റെ ഉപദേശം, ഇത് ക്രിസ്തുവിൻ്റെ മാതൃക. അത് നമ്മിലും വെളിപ്പെടട്ടെ.